പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ റമളാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമലുകൾ ചെയ്തിരുന്ന, ഏറ്റവും കൂടുതൽ അമലുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാമുഖ്യത കൊടുത്തിരുന്നൊരു മാസമാണ് വിശുദ്ധമായ ശഅബാൻ മാസം. ഒരിക്കൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രവാചകൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സഹാബി സെയ്ദ് ബിൻ ഹാരിസയുടെ മകനായ പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട സഹാബി ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, ഹിബ്ബുൻ നബി, പ്രവാചകൻ്റെ ഹിബ്ബ് എന്ന് പ്രിയപ്പെട്ടവൻ എന്നറിയപ്പെടുന്ന സഹാബിയാണ് ഉസാമത്ത് ബിൻ സെയ്ദും അദ്ദേഹത്തിൻ്റെ പിതാവ്. ഈ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബിയോട് ഒരിക്കൽ തുറന്നു ചോദിക്കൊണ്ട് പുണ്യ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബിയെ, എന്തുകൊണ്ടാണ് അങ്ങ് ശഅബാൻ മാസത്തിൽ അധികമായി വ്രതമനുഷ്ഠിക്കുന്നത്? അധികമായി ധാരാളമായി വിശുദ്ധ റമളാൻ മാസം കഴിഞ്ഞാൽ അങ്ങ് ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ച് കാണുന്ന മാസം ശഅബാൻ മാസമാണ്, അതെന്തുകൊണ്ടാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് കൊടുത്ത മറുപടി, ജനങ്ങളൊക്കെ വല്ലാണ്ട് അശ്രദ്ധമായി പോകുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമതായി അധികമായി ഈ മാസത്തിൽ അള്ളാഹുവിന് അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ, പ്രത്യേകമായി അമലുകൾ ചെയ്യാൻ, നോമ്പ് വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിന് കാരണവും റസൂലുള്ളാഹി വ്യക്തമാക്കി. കാരണം കഴിഞ്ഞു പോയൊരു മാസം റജബ് മാസമാണ്. റജബ് അള്ളാഹു പവിത്രമാക്കിയ മാസമാണ്. അതുകൊണ്ട് തന്നെ ആ പവിത്ര മാസത്തിൻ്റെ പോരുഷയും അതിൻ്റെ മഹത്വങ്ങളും കൃത്യമായി മനസ്സിലാക്കി സൽക്കർമ്മങ്ങൾ കുറെ കൂടി ജാഗ്രത പുലർത്തിയ വിശ്വാസികൾ ശേഷം വരാനിരിക്കുന്ന റമളാൻ മാസവുമാണ്. ആ റമളാൻ രാപകലുകൾ ഒഴിയാതെ വിശ്വാസികളൊരു വസന്തകാലമായ റമളാൻ മാസത്തിൽ രാവും പകലുമൊക്കെ കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കേണ്ടതുള്ളത് കൊണ്ടും ഈ 2 മാസങ്ങളുടെ കർമ്മങ്ങൾക്കിടയിൽ അല്പം വിശ്രമമെന്ന പോലെ അലസമായി കടന്നു പോകുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികമായി ഈ മാസത്തിൽ ആരാധനകൾ അർപ്പിക്കുന്നത് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ പൊതുവിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം പറയുന്നതാണ് റസൂലുള്ളാഹി. പൊതുവിൽ എല്ലാ ജനങ്ങളും നന്മ ചെയ്യുമ്പോൾ കൂട്ടത്തോടെ ചെയ്യും. ഈ കാറ്റ് വരുമ്പോൾ കൂട്ടത്തോടെ, അല്ലെ ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്നൊക്കെ പറയും പോലെയാണ് നമ്മുടെ ഒരു അവസ്ഥ എന്നുള്ളത്. എല്ലാവരും നോമ്പ് പിടിക്കുമ്പോൾ നമ്മളും എല്ലാവരും നോമ്പുകാരായിരിക്കും. എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യം നമ്മളും ആ കൂട്ടത്തിൽ നന്മയുള്ളവരായിരിക്കും. എന്നാൽ എല്ലാവരും അലസമായി കഴിയുമ്പോൾ നമ്മളും അക്കൂട്ടത്തിൽ അലസരായി പോകലാണ് പതിവ്. ഇപ്പം റജബ് മാസത്തിൻ്റെ ക്ഷീണം മാറ്റാനും റമളാന് വേണ്ടിയുള്ള കാത്തിരിപ്പും റമളാനിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള വിശ്രമമായിട്ടും അലസമായി ശഅബാൻ മാസത്തിൽ അവർ കടന്നു പോകുമ്പോഴാണ് ഞാൻ ഈ മാസത്തിൽ അധികമായി നന്മകൾ ചെയ്യുന്നത് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തുകൊണ്ട് റസൂലുള്ളാഹി എടുത്തു പറഞ്ഞു അങ്ങനെ? കാരണം എല്ലാവരും അശ്രദ്ധമായിരിക്കുമ്പോൾ നമ്മൾ അമൽ ചെയ്യുന്നതിന് പ്രത്യേകമായ പരിഗണനയുണ്ട്. അത് ഈ സമയത്തെന്നല്ല, ഏത് സമയത്തും. റസൂൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്, പ്രസിദ്ധമായ അഫ്ശുസ്സലാമ വഅതിഅമുത് തുആമ വസിലുൽ അർഹാമ വസുല്ലു വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസ്സലാം എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം. കഴിവിൻ്റെ പരമാവധി സലാം പറഞ്ഞുകൊണ്ടേയിരിക്കണം ജനങ്ങൾക്കിടയിൽ. വഅതിഅമുത് തുആമ, വിശക്കുന്നവൻ ആഹാരം കൊടുത്തുകൊണ്ടേയിരിക്കണം, അത് നന്മയാണ്. വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. വസുല്ലു വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ നമസ്കരിക്കണം. ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ നമസ്കരിക്കണമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തദ്ഖുലുൽ ജന്നത ബിസ്സലാം, സമാധാനത്തോടെ എന്നിട്ട് നിങ്ങൾ സ്വർഗ്ഗത്തിലും കടന്നു പൊക്കോളൂ എന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ജനങ്ങൾ ഉറങ്ങുമ്പോൾ നമസ്കരിക്കുക. എല്ലാവരും ഉറക്കത്തിൽ കഴിയുന്ന സമയത്ത് നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന് പ്രത്യേകമായ പരിഗണനയുണ്ട്. എല്ലാവരും അശ്രദ്ധമാകുന്ന പെരുന്നാളിൻ്റെ രാത്രി, ആ ദിവസത്തിൽ ആ രാത്രി നമ്മൾ ചെയ്യുന്ന ആരാധനകൾക്കും പ്രാർത്ഥനകൾക്കും പ്രത്യേകം പരിഗണനയുണ്ട്. റമളാന്റെ ആദ്യ രാത്രി ജനങ്ങളെല്ലാം അലസമായി കഴിയുന്ന ആ നിമിഷത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും പ്രവർത്തനങ്ങൾക്കും പരിഗണനയുണ്ട്. എല്ലാവരും പ്രവർത്തിക്കുന്നത് ഒരു ഫ്ലോയാണ്, നമ്മളെ കൊണ്ട് സാധ്യമാകും. റമളാൻ മാസത്തിൽ ഒരു കാലത്ത് നോമ്പെടുക്കാത്തവനും റമളാനിൽ ഓട്ടോമാറ്റിക് നോമ്പ് പിടിക്കുന്നതായി കാണാൻ കഴിയും. എല്ലാവരും നോമ്പ് പിടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാളാകാൻ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ എല്ലാവരും നോമ്പുകാരായി ഇരിക്കുമ്പോൾ നോമ്പ് പിടിക്കുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ ആരും നോമ്പ് പിടിക്കാത്ത സമയത്ത് നോമ്പുകാരനായിരിക്കുന്നതിന് പ്രത്യേക പരിഗണനയുണ്ട് എന്നാണ്. ഫർളുകൾ കൊണ്ട് അള്ളാഹുവിനുള്ള കടമകൾ പൂർത്തിയാകുമ്പോൾ പടച്ചവനോട് ഒരു മനുഷ്യൻ അടുക്കുന്നത് സുന്നത്തുകൾ കൊണ്ടാണ്.
അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പ്രിയവും അടുപ്പവും സ്നേഹവും പരിഗണനയും ഒരു വിശ്വാസിക്ക് കിട്ടുന്നത് മറ്റുള്ളവർ വിശ്രമിക്കുമ്പോൾ നമ്മൾ അമലെടുക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, എല്ലാവരും അലസമായി പോയി അശ്രദ്ധമായി പോയ മാസമാണ് ഷഅബാൻ മാസം, അതുകൊണ്ടാണ് ഞാൻ ഈ മാസത്തിൽ അധികമായി നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, വാർഷിക അടിസ്ഥാനത്തിൽ നബി പറഞ്ഞു, വാർഷിക അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന മാസം കൂടിയാണ് ഷഅബാൻ മാസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ അമലുകൾ അള്ളാഹു പരിശോധിക്കുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എൻ്റെ അമലുകൾ, ഒരു വർഷത്തിൽ ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ അന്ന് ഞാൻ നോമ്പുകാരനായിരിക്കുന്ന ഒരു അവസ്ഥയിൽ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹു പരിശോധിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് വാർഷിക അടിസ്ഥാനത്തിലാണ്. എന്നാൽ ആഴ്ചയിൽ വാരാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് തിങ്കളും വ്യാഴനുമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വാരാടിസ്ഥാനത്തിൽ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുക. അത് റസൂൽ എടുത്തു പറഞ്ഞു. അതുകൊണ്ടാണ് ആ ദിവസങ്ങൾ പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചതെന്നും ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, ഈ 2 ദിവസങ്ങളിലും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന്റെ കവാടങ്ങൾ തുറന്നു വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ആഴ്ചയിലും തിങ്കളും വ്യാഴം ദിവസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന്റെ വാതിൽ തുറന്നിടും. വിശ്വാസികൾക്ക് പൊതുവായ മാപ്പ് കൊടുക്കാൻ വേണ്ടി, അവരെ കർമ്മങ്ങളുടെ വീഴ്ചകളും കുറവുകളും പരിഹരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്ന് 2 കൂട്ടം ആൾക്കാർക്ക് വിശ്വാസികൾപ്പെട്ട തന്നെ 2 കൂട്ടം സമൂഹത്തിന് ശിർക്കിന്റെ ലാഞ്ചന കടന്നുകൂടിയ ഹൃദയത്തിന്റെ ഉടമയ്ക്ക് മാപ്പില്ല. അവർക്ക് വേണ്ടിയിട്ട് അവരെ കർമ്മങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാവില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഷഹനാഹ്, ഹൃദയത്തിൽ പകയും വിദ്വേഷവുമായി നടക്കുന്ന മനുഷ്യൻ. ഇത് 2 ഭാഗങ്ങളിലും കാണാൻ കഴിയും. ഷഅബാന്റെ വിഷയത്തിലും ഈ ഹദീസ് കാണാൻ കഴിയും, തിങ്കളിന്റെയും വ്യാഴന്റെയും വിഷയത്തിലും ഈ ഹദീസ് കാണാൻ കഴിയും. അഥവാ ഈ ഷഅബാ മാസത്തിലാകട്ടെ, ആഴ്ചയിൽ ഓരോ ആഴ്ചയും നമ്മുടെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലാകട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ മാലിന്യമുക്തമായിരിക്കുമ്പോഴാണ് അതിന് അല്ലാഹുവിന്റെ സ്വീകാര്യത ഉണ്ടാവുക. പ്രധാനമായി ശിർക്ക് ഉണ്ടാകാതിരിക്കുക, നല്ല വിശ്വാസത്തിന്റെ പിൻബലം ഉണ്ടാകണം നമ്മുടെ അമലുകൾക്ക്. ഒന്നാമത്. രണ്ടാമത് റസൂല് പറഞ്ഞത് പരസ്പര വിരോധം. ഈ 2 പേർക്കിടയിൽ പകയും വിദ്വേഷവും ഉണ്ടെങ്കിൽ റസൂലിന് പറയുന്നുണ്ട്, മലക്കുകൾ പറയുമത്രേ, അതുകൊണ്ട് അള്ളാഹു പറയുമത്രേ അവർക്ക് അവരുടെ വിഷയത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അവരുടെ വിഷയത്തിൽ എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ അല്പം കാത്തിരിക്കണം, അവർ അമലുകൾ സ്വീകരിക്കാൻ വരട്ടെ, അവർക്കിടയിൽ പിണക്കം മാറട്ടെ എന്ന്, അവർ പരസ്പരം പിണക്കങ്ങൾ മാറ്റട്ടെ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പന ഉണ്ടാകുമെന്ന്. വിശുദ്ധ റമദാൻ മാസം വാതിൽപ്പടിയിൽ എത്തി നിൽക്കുമ്പോൾ, ആ വിശുദ്ധ റമദാൻ മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും നാളെ പരലോകത്ത് നിർണായകമായ ദിവസത്തിൽ ഏറ്റവും നിർണായകമായി നിൽക്കുന്ന ദിനരാത്രങ്ങളാണ്. കർമ്മങ്ങൾ കൊണ്ടൊരു വിശ്വാസിക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന മാസം. ആ മാസത്തിന് വേണ്ടി മാനസികമായും ശാരീരികമായും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തുള്ള എല്ലാ വിശ്വാസികളും. പക്ഷെ അങ്ങനെ ഒരുങ്ങുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്, നമുക്കിടയിലെ പകയും വിദ്വേഷങ്ങൾക്കുമൊക്കെ ഒരു അവസാനം ഉണ്ടാകണം. ഹൃദയത്തിൽ പകയുമായി നടന്നുകൊണ്ട് ഒരു കാരണവശാലും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കർമ്മങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാവില്ല. അതുണ്ടാവില്ല. അത് ഏതിൻ്റെ പേരിലോ, സംഘടനയുടെ പേരിലോ, വസ്തു തർക്കത്തിന്റെ പേരിലോ, അല്ലെങ്കിൽ മറ്റ് കച്ചവട ഇടപാടുകളുടെ പേരിലോ, ഏതിൻ്റെ പേരിലും ആയിക്കൊള്ളട്ടെ, വായിന്ന് വീണുപോയ ചില വാക്കുകൾ ഒരു ആവേശപ്പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു വൈകാരികമായ ഒരു നിമിഷത്തിലായിരിക്കാം, കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളിയപ്പോഴായിരിക്കാം, അതെല്ലാം ഒരു പിണക്കത്തിന്റെ കാരണമായി നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കാലാകാലം വിദ്വേഷത്തോടെ വെറുപ്പോടെ ശത്രുക്കളായിട്ട് ജീവിച്ചു മരിക്കാൻ വേണ്ടി മനുഷ്യർ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? എത്ര വലിയ അബദ്ധമാണ്. ഹസ്രമായ ഒരു കാലഘട്ടത്തിന്റെ ജീവിതത്തിന് വേണ്ടി ഈ ദുനിയാവിൽ വന്നവരാണ് നമ്മൾ. നമുക്ക് ആജീവനാന്തം ജീവിക്കാനുള്ള ഒരു ജീവിത കാലഘട്ടമുണ്ട്. അനശ്വരമായ ഒരു ജീവിത കാലഘട്ടം പരലോകത്ത് കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോയി നിൽക്കേണ്ടവരാണ്. ആ പോകുന്ന വഴിയിൽ കൊണ്ടുപോകാനുള്ള സാധുകൾ, അതിനു വേണ്ടിയുള്ള സാമഗ്രികൾ, അത് സമ്പാദിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മൾ. നമ്മുടെ ഈ കർമ്മങ്ങൾ അള്ളാഹുവിനെ സ്വീകരിക്കപ്പെടണ്ടേ? അതിലൊന്നാമതായി പരസ്പരമുള്ള വിദ്വേഷങ്ങളും പകയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മാപ്പാക്കാൻ കഴിയണം, പൊറുക്കാൻ കഴിയണം, ക്ഷമിക്കാൻ കഴിയണം. നമ്മൾ അള്ളാഹുവിനോട് 1000 പാവങ്ങൾ ചെയ്താലും ഒരു മടിയുമില്ലാതെ പടച്ചവനോട് പറയാം, അള്ളാഹു പൊറുക്കണേ എന്ന്, അള്ളാഹു മാപ്പ് നൽകണേ എന്ന്. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും വീഴ്ചകൾ പടച്ചവനോട് ഏറ്റുപറയുകയും ചെയ്യുന്ന നമുക്ക് എന്ത് അർഹതയാണുള്ളത്? അവരൻ്റെ, നമ്മുടെ സുഹൃത്തിൻ്റെ, നമ്മുടെ ബന്ധുവിൻ്റെ, സഹോദരന്റെ വീഴ്ചകൾ മാപ്പ് കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല, നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അള്ളാഹു മാപ്പ് ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്യണം, പുറത്തു കയറണം. ഇത് നമ്മുടെ ഒരു പിടിവാശിയാണ്. അതിന് അർഹത നമുക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ നമുക്കിടയിലെ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ മനുഷ്യരാണല്ലോ, സഹജമാണ് ഇടപാടുകളിൽ, ബന്ധങ്ങളിൽ പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കുന്നവർക്കിടയിൽ പിണക്കങ്ങൾ,
തർക്കങ്ങൾ സ്വാഭാവികമാണ്. അതെല്ലാം പരിഹരിക്കാൻ, മാപ്പ് കൊടുക്കാൻ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തോടു കൂടി വേണം നമ്മൾ റമദാനിലേക്ക് കടന്നു ചെല്ലേണ്ടത്. ഈ ഉത്തമനായ സ്വഭാവത്തിന്റെ ഉടമയാർ എന്ന് പുണ്യനബിയോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കുല്ലു മഖ്മൂമുൽ ഖൽബി വസദൂഖുൽ ലിസാൻ എന്നാണ്. സഹാബത്ത് പറഞ്ഞു, നബിയെ സദൂഖുൽ ലിസാൻ മനസ്സിലായി, നാവിൽ സത്യസന്ധതയുള്ളവൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം വ്യക്തമാണ്. നല്ല വാക്ക് പറയുന്നവൻ, സത്യം മാത്രം പറയുന്നവൻ, നീതിയുടെ പക്ഷം നാവ് കൊണ്ട് നിൽക്കുന്നവൻ, അങ്ങനെ ഒരുപാട് വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. പക്ഷെ മഹ്മൂമുൽ ഖൽബ് അത് മനസ്സിലായില്ല നബിയെ എന്ന്. എന്താ മഹ്മൂമുൽ ഖൽബ് എന്ന്? എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് എന്താണെന്ന് അറിയുമോ? മഹ്മൂമുൽ ഖൽബ് അത് ശുദ്ധമായ ഹൃദയമാണ് എന്ന് പുണ്യ നബി. ശുദ്ധമായ ഹൃദയമാണ്, ഭക്തി നിറഞ്ഞ ഹൃദയമാണ്. അതിൽ പാപത്തിന്റെ കറകളില്ല, അതിൽ ആരോടും അസൂയയില്ല, ആരോടും പകയില്ല, ആരോടും പകയും വിദ്വേഷവും ഒന്നുമില്ലാതെ, അതിലെന്ത് ചെയ്യുക, പാപങ്ങളുടെ കറ പൊരുളാതെ ശുദ്ധമായ ഹൃദയമുണ്ടല്ലോ, ശുദ്ധമായ മനസ്സിന്റെ ഉടമകളാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് നമുക്ക് പരസ്പരം വ്യക്തികൾക്കിടയിലുള്ള പിണക്കങ്ങൾ മാറ്റാൻ, അവർക്കിടയിൽ മാപ്പ് ചോദിക്കാൻ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയാൻ, പൊരുത്തം ചോദിക്കാൻ, പൊരുത്തപ്പെട്ടു കൊടുക്കാൻ, മാപ്പ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മളിവിടെ ഒരു കുറഞ്ഞ കാലം ജീവിച്ച് മരിക്കേണ്ടവരാ. നമുക്ക് ഏറ്റവും ഉന്നം പരലോകമാണ്. ആ പരലോകത്തേക്ക് പോകുമ്പോൾ നമുക്ക് കൃത്യമായി നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത ഉണ്ടാകണം. റമദാൻ കടന്നു വരുന്നുണ്ട്, വെറും പട്ടിണിയായി മാറാൻ പാടില്ല, വെറും ഉറക്കമുളച്ചുകളായി രാവും പകലുകൾ മാറാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ ഒന്നാമത് റസൂൽ പറഞ്ഞ കാര്യമാണ് പ്രധാനമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം. ഒന്നാമത് പറഞ്ഞത് ശിർക്കില്ലാത്ത നല്ല വിശ്വാസത്തിന്റെ പിൻബലമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയുടെ അമലുകൾക്ക് സ്വീകാര്യത ഉണ്ടാവുള്ളൂ. അത് ഏത് സാഹചര്യത്തിൽ റമദാന് മുമ്പ് നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഈമാന്റെ പിൻബലം ഉണ്ടാകണം. വിശ്വാസരഹിതമായ കർമ്മങ്ങൾക്കൊരു പ്രസക്തിയും ഉണ്ടാവില്ല അള്ളാഹുവിന്റെ അടുക്കൽ. വിശ്വാസത്തിന്റെ പിൻബലമില്ലാത്ത ഒരു സൽക്കർമ്മത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയും ഉണ്ടാവില്ല. ഇബ്നു ജദ്ആൻ എന്ന സഹാബി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബിയോട് ഒരിക്കൽ ചോദിച്ചു, നബി, ഇബ്നു ജദ്ആൻ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും നന്മയുള്ള മനുഷ്യനാണ്. ജാഹിലിയത്തിൽ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യൻ കുറെ നന്മയുള്ള ആളായിരുന്നു. അദ്ദേഹം ഭക്ഷണം കൊടുക്കുമായിരുന്നു, കുടുംബ ബന്ധങ്ങൾ ചേർക്കുമായിരുന്നു. ഈ നന്മകൾക്ക് കൂലിയുണ്ടോ നബിയെ? ഇസ്ലാമിന് വരുന്നതിന് മുമ്പ് തന്നെ ഇബ്നു ജദ്ആൻ ചെയ്തിട്ടുള്ള പുണ്യങ്ങൾക്ക് കൂലിയുണ്ടോ എന്ന് പുണ്യ നബിയോട് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഇല്ല, അതിന് കൂലി ഉണ്ടാവില്ല, ആ നന്മകൾക്ക് പ്രസക്തി ഇല്ല ആയിഷ. കാരണം ആ മനുഷ്യൻ ഒരിക്കൽ പോലും അള്ളാഹുവേ എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറയുമാറുള്ള ഒരു വിശ്വാസം അയാൾക്കില്ലായിരുന്നു. അള്ളാഹുവിലുള്ള വിശ്വാസമില്ലാത്തവന്റെ നന്മകൾ അള്ളാഹുവിന്റെ അടുക്കൽ വില പോവില്ല. വിശ്വാസരഹിതമായ കർമ്മങ്ങൾ കൊണ്ട് ഒരു പ്രതിഫലവും കിട്ടാനില്ല. അത് ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവിശ്വാസികളുടെ കർമ്മങ്ങൾ എന്നുള്ളത് എന്നാണ്. കൊടുങ്കാറ്റ് അടിച്ചു വീശുന്ന ഒരു ദിവസത്തിൽ ആ കാറ്റിൽപ്പെട്ട് പാറിപ്പറന്നു പോയ ധൂളികൾ പോലെ, ചാരപ്പൊടികൾ പോലെയായിരിക്കും അവിശ്വാസികളുടെ കർമ്മങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ വിശ്വാസരഹിതമായ കർമ്മങ്ങൾ, നെഞ്ചിൽ ഈമാനില്ലാതെ നമ്മൾ നമസ്കരിച്ചതുകൊണ്ട് കാര്യമില്ല, ഹൃദയത്തിൽ ഈമാനില്ലാതെ നോമ്പനുഷ്ഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഒരുപാട് വിശ്വാസമില്ലാത്ത ആൾക്കാർ നോമ്പ് പിടിക്കാറുണ്ട്, അവിശ്വാസികൾ. അതൊരു ട്രീറ്റ്മെന്റിന്റെ പേരിൽ, അവരൊരു ഹെൽത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ പേരിൽ എന്നുള്ള മുസ്ലിങ്ങളുടെ നോമ്പ് കൊള്ളാമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ആൾക്കാർ നോമ്പ് പിടിക്കും. ചില ആൾക്കാർ മുസ്ലിം സൊസൈറ്റിയിൽ ഭൂരിപക്ഷപരമായ മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ അവരോടൊപ്പം തന്നെ ചില ആൾക്കാർ നോമ്പെടുക്കും. ഒരു ഒഴുക്കിനൊപ്പം എന്ന നിലയില ചില ആൾക്കാരൊക്കെ മതേതരത്വം കാണിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിമീങ്ങൾക്കൊപ്പം നോമ്പെടുക്കും. പല രീതിയിൽ നോമ്പെടുക്കുന്ന ആൾക്കാർ അവിശ്വാസികളാ. ആ നോമ്പുകൾ കൊണ്ട് അവർക്കൊരു കൂലിയും കിട്ടാൻ പോകുന്നില്ല, ഒന്നും കിട്ടാനില്ല. ഒരുപാട് യോഗാസനങ്ങൾ ചെയ്യുന്നൊരു മനുഷ്യൻ, അയാൾ ചില ആസനങ്ങൾ മാറ്റിപ്പിടി, നമസ്കാരത്തിന്റെ ആസനമുറകൾ, അതൊക്കെ ഓരോ ആസനമാണ്. ഈ നമസ്കാരത്തിന് ഓരോ, അത് ഒരു മനുഷ്യൻ പ്രാക്ടിക്കലായി ജീവിതത്തിൽ നിത്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമസ്കാരമായി സ്വീകരിക്കപ്പെടില്ല. കാരണം വിശ്വാസത്തിന്റെ പിൻബലമില്ല അതിന്. ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആഹാരം കൊടുക്കുന്ന മുസ്ലിങ്ങൾ മാത്രമാണോ? വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നതും ചികിത്സയ്ക്ക് സഹായിക്കുന്നതും ആ മുസ്ലിമീങ്ങൾ പോലും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ആ കർമ്മങ്ങൾക്ക് പരലോകത്ത് വിലയുണ്ടാവില്ല. പരലോകത്ത് അത് അടിച്ചു വീശിയ കാറ്റിൽ പറന്നുപോയ ധൂളുകൾക്ക് സമാനമാണെന്ന വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്തുകൊണ്ട്? ഈമാനില്ല. ഈമാന്റെ അഭാവത്തിൽ മനുഷ്യൻ ചെയ്യുന്ന സുഹൃതങ്ങൾക്കും നന്മകൾക്കുമുള്ള പ്രതിഫലം അത് ദുനിയാവിലെ ജീവിതത്തിന്റെ അഭിവൃദ്ധിയായി അല്ലാഹു നൽകും, ഇവിടെ കിട്ടും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ
ബെനിഫിറ്റുകൾ അള്ളാഹു ദുനിയാവിൽ നൽകി നല്ലത് ചെയ്ത കാര്യമാണല്ലോ. പക്ഷെ ആ നന്മകൾക്ക് പ്രതിഫലം ഉണ്ടാകണമെങ്കിൽ, നാളെ പരലോകത്ത് വിജയവും പരാജയവും നിർണ്ണയിക്കുന്നതിൽ ഈ നന്മകൾക്ക് പങ്കുണ്ടാകണമെങ്കിൽ ഈമാന്റെ പിൻബലം ഉണ്ടാകണം, വിശ്വാസത്തിന്റെ പിൻബലം ഉണ്ടാകണം. വിശ്വാസരഹിതമായ കർമ്മങ്ങൾക്ക് പ്രസക്തിയില്ല. അതാ വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ എപ്പോഴും ആദ്യമായി ഈമാൻ പറയുന്നത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ എന്ന ഖുർആൻ ഹദീസ് സംസാരിക്കുന്നത്. അതും വിശുദ്ധ ഖുർആൻ അങ്ങോളം ഇങ്ങോളം അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർക്കാ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്കാണ് സ്വർഗ്ഗമുള്ളത് എന്ന്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ നല്ല കാര്യം ആര് ചെയ്താലും ഫൽനുഹീനഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് പവിത്രമായ പരിശുദ്ധമായ ഒരു ജീവിതം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് ഖുർആൻ. അവിടെ ജെൻഡർ പറഞ്ഞില്ല. ആണായാലും ശരി പെണ്ണായാലും ശരി, അവർ നല്ല കാര്യങ്ങൾ ചെയ്താൽ നന്മ പ്രവർത്തിച്ചാൽ ഫഹുവ മുഅ്മിൻ. ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. ആണ് ചെയ്യുന്നതിന് പ്രത്യേക പരിഗണന, പെണ്ണ് ചെയ്യുന്നതിന് പ്രത്യേക പരിഗണന, അങ്ങനെയൊന്നുമില്ല. ആണായാലും പെണ്ണായാലും ചെയ്യുന്നത് നന്മയാണെങ്കിൽ അതിന് ഒരു ക്വാളിറ്റി തന്നെയാണുള്ളത്. ജെൻഡർ കൊണ്ട് നന്മയ്ക്ക് മഹത്വം കൂടില്ല. ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും നന്മ സ്വീകരിക്കപ്പെടണം. ഫഹുവ മുഅ്മിൻ. അവർ രണ്ടുപേർക്ക് ഈമാൻ ഉണ്ടാവണം. ഈമാനോടെ ചെയ്യുമ്പോഴാണ് കർമ്മങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ. ഇല്ലെങ്കിൽ സ്വീകരിക്കപ്പെടില്ല. ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളെല്ലാവരും വിശ്വാസികളാണല്ലോ, പിന്നെ ഈ വിഷയത്തിൽ നമുക്ക് ചർച്ചയുടെ ആവശ്യമില്ലല്ലോ എന്നുള്ളത് നമ്മൾ കണക്കാക്കല്. നമ്മളൊക്കെ വിശ്വാസികളായി, കാരണം നമ്മൾ ജനിച്ചപ്പോഴേ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരാണ്, അതുകൊണ്ട് നമ്മൾ വിശ്വാസികളാണല്ലോ എന്നതുകൊണ്ട് നമുക്കിതിന്റെ ചർച്ചയുടെ പ്രസക്തി വരാറില്ല, നമ്മൾ ആലോചിക്കാറില്ല. എന്നാൽ വളരെ ഗൗരവത്തോടെ ആലോചിക്കുന്ന വിഷയമാണ്. റമദാൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഹദീസ്, കേട്ട് തഴമ്പിച്ച ഹദീസ്, എന്നാൽ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ഹദീസാണ് അതിന്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദബ്ബിഹി എന്ന്. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദബ്ബിഹി എന്ന്. ഒരു മനുഷ്യൻ നോമ്പെടുക്കട്ടെ, ഒരു മനുഷ്യൻ റമദാനിൽ തറാവീഹ് നമസ്കരിക്കട്ടെ, എന്ത് ചെയ്താലും ശരി തന്നെ ഈ അമലുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകണമെങ്കിൽ ഈമാനൻ വഹ്തിസാബ എന്ന് അവന് നെഞ്ചിനകത്ത് ആദ്യം വിശ്വാസം ഉണ്ടാവണം. നമ്മുടെ ഈമാൻ നന്നാക്കാതെ കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം വിശ്വാസം ബലപ്പെടുത്തണം. ഈ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്, ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്കീങ്ങളാണ്, അവരൊക്കെ നരകത്തിലും നമ്മൾ സ്വർഗത്തിലും എന്നുള്ള തോന്നലുണ്ടല്ലോ, ഈ ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഇത് അപകടമാണ്. ഈമാന്റെ വിഷയത്തിൽ ഒരു സഹാബാക്കൾക്കും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല, അവർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. സഹാബാക്കളെ കണ്ട് താബിഈങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് സഹാബത്തിനെ കണ്ടിട്ടുണ്ട്, അവർ ഒരാൾ പോലും മീകായിലിന്റെയും ജിബ്രീലിന്റെയും ഈമാനുള്ളവരാണ് ഞങ്ങളെന്ന് വാദിച്ചിട്ടില്ല. ഓരോരുത്തരും ഭയപ്പെട്ടുകൊണ്ടേയിരുന്നു ഞങ്ങൾ മുനാഫിക്കാണോ എന്ന്, ഞാൻ കപട വിശ്വാസിയാണോ എന്ന്. അവർ ഓരോ നിമിഷവും ഭയന്നുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ ഏറ്റവും വിശാലമായ ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായി അമീറുൽ മുഅ്മിനീൻ എന്ന് ലോകത്തറിയപ്പെടുന്ന, ലോകം ഇന്നും വാഴ്ത്തുന്ന മഹാനായ മനുഷ്യൻ, അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഈമാൻ പരിശോധിക്കുമായിരുന്നു. പലപ്പോഴും അദ്ദേഹം സന്ദേഹിച്ചു, ഞാനൊരു മുനാഫിക്കാണോ എന്ന്. പ്രവാചകന്റെ സാഹിബു സിർ, അള്ളാഹുവിന്റെ റസൂലിന്റെ രഹസ്യങ്ങൾ സൂക്ഷിപ്പുകാരൻ സഹാബി, ആ സഹാബിയോട് അദ്ദേഹം ചോദിക്കാറുണ്ട്, അള്ളാഹുവിൻ റസൂല് മുനാഫിക്കീങ്ങളുടെ കപട വിശ്വാസികളുടെ പട്ടിക നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ആരൊക്കെയാണ് കപടന്മാരെന്ന് ലിസ്റ്റ് അങ്ങക്ക് നൽകിയിട്ടുണ്ടല്ലോ, ആ ലിസ്റ്റിൽ ഈ ഉമറിന്റെ പേരുണ്ടോ എന്ന്, ആ ലിസ്റ്റിൽ കപട വിശ്വാസികളുടെ പട്ടികയിൽ ഈ ഉമറിന്റെ പേരുണ്ടോ എന്ന് ഒന്ന് പറയുമോ എന്ന്. അദ്ദേഹം സ്വന്തം ഈമാനിൽ അദ്ദേഹത്തിന് ആശങ്കയാണ്. അങ്ങനെ സഹാബാക്കൾ ജീവിച്ചത്. പുണ്യ നബിയുടെ മുമ്പിലേക്ക് ഒരു സഹാബി ഓടി വന്നു, നാഫക ഹല്ലല യാ റസൂലല്ലാഹ്, നാഫക ഹല്ലല എന്ന്. ഹല്ലല മുനാഫിക്കായിരിക്കുന്നു നബി, ഹല്ലല മുനാഫിക്കായി, കപട വിശ്വാസിയായിരിക്കുന്നു നബി, ഈമാനില്ല. പ്രവാചകരെ കാണിക്കുന്നതെല്ലാം നാട്യമാണ്, എനിക്ക് ഈമാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ കപടനായിരിക്കുന്നു എന്ന് നബിയുടെ മുമ്പിൽ. എന്താ പറ്റിയതെന്ന്, എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ, എന്തുകൊണ്ട് അങ്ങ് ഇങ്ങനെ സംസാരിക്കുന്നു? പുണ്യ നബിയോട് പറഞ്ഞു, നബിയെ, അങ്ങ് സ്വർഗത്തെ കുറിച്ച് സംസാരിക്കുമ്പോ, അങ്ങ് നരകത്തെ കുറിച്ച് പറയുമ്പോ, പടച്ചവനെ കുറിച്ച് പറയുമ്പോ, അങ്ങയുടെ മുമ്പിൽ ഇരുന്ന് കേൾക്കുന്ന ഓരോ നിമിഷത്തിലും അതൊക്കെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് എനിക്കുണ്ടാവുക. അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോവുക. പക്ഷെ എന്നാൽ ഇവിടെ നിന്ന് മടങ്ങി ജീവിതവുമായി ബന്ധപ്പെടുമ്പോ, മക്കളും കുടുംബവുമായി സല്ലപിക്കുമ്പോ, ആ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അതിന്റെയൊക്കെ തോത് കുറഞ്ഞു പോകുന്ന നബിയെ, ആ ഭയങ്ങളും ആശങ്കകളും ആ ഈമാനികമായ ആവേശങ്ങളും അലയൊലികളും ഇല്ല. നമ്മൾ ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പൊക്കോണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഹല്ലല മുനാഫിക്കായി പോയില്ല നബിയെ എന്ന്. ഇല്ല ഹല്ലല, അങ്ങനെയൊന്നും ഇല്ലാന്ന്.
അങ്ങനെ നിങ്ങൾ ചിന്തിക്കല്ലേ, സദാ 24 മണിക്കൂറും ഒരേ ഈമാനിക അവസ്ഥയിൽ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ മലക്കുകളും ഒരുപോലെയാവില്ലേ? നിങ്ങൾ മലക്കുകളും ഒരുപോലെയാകും. നിങ്ങൾ കിടക്കുന്ന വിരികളിലും നിങ്ങൾ നടക്കുന്ന വഴികളിലും മലക്കുകൾ നിങ്ങൾക്ക് ഹസ്തദാനം ചെയ്യുമായിരുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ആശങ്കപ്പെട്ടത് അവരുടെ ഈമാന്റെ വിഷയത്തിലാണ്. നമ്മുടെ ഈമാൻ ശരിയായിട്ടില്ല എന്ന് ആ ആശങ്ക നമുക്കുണ്ടാകണം. അത് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ സത്യത്തിൽ വിശ്വാസികളാണ് എന്ന് പറയാൻ അവർ ആശങ്കപ്പെട്ടെങ്കിൽ അർഹത എന്താ നമുക്കുള്ളത്? വിശ്വസിച്ചു എന്ന് പറഞ്ഞതാണോ, അല്ലെങ്കിൽ വിശ്വാസികളുടെ കുടുംബത്തിൽ ജനിച്ചതാണോ? ജന്മസിദ്ധമായ ആർക്കും ലഭിക്കുന്നതിന്റെ പേരല്ല ആദർശം. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് അവകാശം അങ്ങനെ കിട്ടില്ല. ജന്മാവകാശമല്ല ഈമാൻ. ഈ വിശ്വാസം ജന്മാവകാശമല്ല. അത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട സംഗതിയാണ്. ഇനി നമ്മൾ പറഞ്ഞത് കൊണ്ട് നമ്മൾ മുസ്ലിം ആണല്ലോ അത് പറയാൻ ധരിക്കുന്നത്, അങ്ങനെ ഒരു വാദഗതിയുമല്ല. ഒരാളുടെ വെറും ഒരു വാദഗതിയല്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹ് പറയാണ്, ജനങ്ങൾ ചില ആൾക്കാർ പറയും ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെന്ന്. അള്ളാഹ് പറഞ്ഞ മറുപടി വമാഹും ബിമുഅ്മിനീന, അവർ മുഅ്മിനീങ്ങളല്ല എന്നാണ്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഈമാൻ ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഒരു വാദത്തിന്റെ പേരുമല്ല ഈമാൻ എന്നുള്ളത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം വിശ്വാസം എന്നുള്ളത് അത് വിശാലമായ ഒരു തലമാണ്. അത് ഖുർആൻ പറഞ്ഞതുപോലെ അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തുൻ ത്വയ്യിബ, ഒരു പരിശുദ്ധമായ വാചകത്തിലുള്ള വിശ്വാസത്തെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ കുറിച്ച് ഏതുപോലെ എന്നറിയുമോ? കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ് സമാ എന്ന്. ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു വൃക്ഷം പോലെയാണത്. വേരുറച്ച മണ്ണിൽ നിൽക്കുന്ന ഒരു മരം പോലെയാണ്, ഉത്തമമായൊരു മരം പോലെ. ആ മരത്തിന്റെ ചില്ലകൾ ആകാശത്തേക്ക് വിടർന്നു നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് സദാ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം സമൂഹത്തിന് നിരന്തരമായി പഴവർഗ്ഗങ്ങൾ ലഭ്യമായി കൊണ്ടേയിരിക്കുന്നുണ്ട്. എപ്പോഴും പഴം നൽകുന്ന സദാ കാച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് അത്. ആകാശത്തിലേക്ക് ഇങ്ങനെ പടർന്നു നിൽക്കുന്ന വൃക്ഷത്തിന്റെ ശിഖരങ്ങളും ഒപ്പം ആഴ്ന്നിറങ്ങിയ വേരിന്റെ ബലവുമുള്ള ഒരു ഉത്തമ വൃക്ഷം പോലെയാണ് ആദർശമെന്ന് വിശുദ്ധ ഖുർആൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഒരു വിശ്വാസം അത് ഹൃദയത്തിൽ നട്ട് അതിന്റെ ഈ ജീവിതത്തിലേക്ക് പടർന്നു പിടിച്ച് നമ്മൾ നടക്കുന്ന നടത്തവും ഇരുത്തവും ഒക്കെ ഈമാനാകുമ്പോഴാണ്, അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയാവുക. പുണ്യനബി പറഞ്ഞല്ലോ, ഈമാനി എന്ന്, ഈമാന് 70 ചുൽവാൻ ശാഖകളുണ്ട് എന്ന്. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാനി തുരീഖ്. അതിലേറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാഹും ഏറ്റവും താഴെപ്പടിയിലുള്ളത് ഒരു മനുഷ്യൻ മാർഗതടസ്സം നീക്കം ചെയ്യലുമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനം തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ ഇങ്ങേത്താഴ്ക്കൽ ഒരു വഴിയിൽ കിടക്കുന്ന ഒരു തടസ്സം, ഒരു കല്ല്, ഒരു കമ്പ്, അല്ലെങ്കിൽ ഒരു തേങ്ങ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുള്ളെടുത്ത് മാറ്റിയിടുന്ന ഒരു സൽക്രമമുണ്ടല്ലോ, അതും ഈമാനാണെന്ന്. അപ്പൊ ഹൃദയത്തിൽ നമ്മൾ നട്ടുപിടിപ്പിച്ചൊരു വിശ്വാസം അത് ജീവിതത്തിലേക്ക് ഇങ്ങനെ പടർന്നു പിടിച്ച് കിടക്കുന്നതിന്റെ പേരാ ഈമാൻ. ആ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. സ്ഥായിയായ ഒരു ഭാവം അതിനില്ല. സ്റ്റഡി ഒരു ലെവൽ ആർക്കുമില്ല. ഒരു മനുഷ്യനില്ല. അബൂബക്കറിനും ഉണ്ടായിരുന്നില്ല, പ്രവാചകനും ഉണ്ടായിരുന്നില്ല, നമുക്ക് ആർക്കുമില്ല. ആ ഈമാൻ ഉണ്ടാക്കലും അത് നിലനിർത്തലും അത് പരിപോഷിപ്പിക്കലും നമ്മുടെ ബാധ്യതയാണ്. അതാ സഹാബാക്കൾ എപ്പോഴും ചെയ്യുന്നത്. ഇജ്ലിസ് ബിനാ നുഅ്മിൻ സാ, അല്പനേരം ഇരുന്നിട്ട് ഈമാൻ ഒന്ന് പരിപോഷിപ്പിക്കാം. അല്പനേരം ഒന്ന് ഇരിക്കാം. നമുക്ക് ഇടവേളകളിൽ കൃത്യമായി ഇരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് ചർച്ച ചെയ്ത് ഖുർആൻ പഠന വിധേയമാക്കി ദിക്റുകൾ ചൊല്ലി അങ്ങനെ നിരന്തരമായി നമ്മൾ പരിശ്രമിക്കാതെ നമ്മുടെ ഈമാൻ നിൽക്കില്ല. ഈ വിശ്വാസം ബലപ്പെടില്ല, അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അശ്രദ്ധമായിരുന്നാൽ, നമ്മൾ ഈമാനെ കുറിച്ച് ആലോചിക്കാതെ അത് പരിഗണിക്കാതെ അതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലുകളിൽ നിൽക്കാതിരുന്നാൽ വറ്റി വരണ്ടു പോകും. ഒരു കിണർ പോലെയാണ് വിശ്വാസം എന്നൊരു കിണർ പോലെയാണ്. അത് മഴക്കാലത്ത് നിറഞ്ഞു വരും, വേനൽക്കാലത്ത് വറ്റി വരണ്ടു പോകുമെന്നതുപോലെയാണ്. നമ്മൾ അശ്രദ്ധമായിരുന്നാൽ ഇല്ല, നാമാവശേഷമായി ഈമാനേ ഉണ്ടാവില്ല ഹൃദയത്തിൽ. നമ്മൾ വേണം അതിന് വെള്ളവും വളവും നൽകിയിട്ട് നിലനിർത്താൻ. അതിന് നിറഞ്ഞ അവസ്ഥയിൽ, മനസ്സിൽ നിറഞ്ഞ അവസ്ഥയിൽ വിശ്വാസത്തെ നിലനിർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ഈമാൻ ബലപ്പെടുത്താതെ കർമ്മങ്ങൾക്ക് പ്രസക്തിയില്ല. കർമ്മങ്ങൾക്ക് പ്രസക്തിയില്ല. കർമ്മങ്ങളുടെ അഭാവത്തിൽ കർമ്മങ്ങളേ ഇല്ല. ഒരാൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ അവൻ ഫാസിക്കാണ്. കർമ്മങ്ങളുണ്ട്, ഈമാൻ ഇല്ലെങ്കിൽ അവന്റെ പേര് മുനാഫിക്ക. അപ്പോഴാരും നമ്മളെ മുഅ്മിന. 2 ഘട്ടത്തിൽ നമ്മൾ മുഅ്മിനാവില്ല. 2 അവസ്ഥയിൽ നമ്മൾ മുഅ്മിനാവില്ല. മുഅ്മിൻ എന്നുള്ളത്, ഈമാൻ എന്നുള്ളത് ഹൃദയത്തിൽ തുടങ്ങി മനുഷ്യ ജീവിതത്തിലേക്ക് പകർന്നു കിടക്കുന്ന സംഗതിയാണ്. ഇത് സ്ഥാപിച്ചെടുക്കേണ്ടതിന് നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിനാ വിശുദ്ധ ഖുർആൻ, അതിനാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അഫ്ലാ യതദബ്ബറൂന ഫിൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഈ ആയത്തുകൾ പഠന വിധേയമാക്കുന്നില്ലേ? നിങ്ങൾ എന്താ കണക്കാ മരണ വീട്ടിൽ പാരായണം ചെയ്യാനുള്ളതാണ് ഖുർആൻ എന്നോ?
അല്ല നിങ്ങൾ ഓതി കടന്നു പോകേണ്ട പുസ്തകമാണ് ഖുർആനെന്നോ? അല്ലടോ, ഇതിന്റെ ആയത്തുകൾ പഠിക്കാനുള്ളതാണ്. ഇതിന് ജീവിതത്തിന്റെ ദർശനങ്ങളാണ്, അള്ളാഹുവിന്റെ കലാമാണ്. ഇത് ചർച്ച ചെയ്യപ്പെടണം, ഇത് ഓടപ്പെടണം. അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുവിന്റെ ലിഖിതവും അലിഖിതവുമായ ആയാത്തുകളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുകയും ചെയ്യുന്നിടത്താണ് ഈമാൻ ഉണ്ടാവുക. അത് അള്ളാഹു പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ, അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു താളമുണ്ട്, ഒരു ഭയമുണ്ട്, ഒരു ബഹുമാനമുണ്ട്, ഒരു വിറയലുണ്ടല്ലോ. അതിന്റെ പേര് കൂടിയാണ് ഈമാൻ. അള്ളാഹുവിന്റെ ആയത്തുകൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ അവരെ മുമ്പിൽ വിശദീകരിക്കപ്പെടുമ്പോ, ഒരു മതപ്രഭാഷണ വേദിയിൽ ഇരിക്കുമ്പോ, മതം പറയപ്പെടുന്ന വേദിയിൽ ഇരിക്കുമ്പോ, അത് കേൾക്കുന്ന ഓരോ നിമിഷത്തിലും ഹൃദയത്തിലുണ്ടാകുന്ന ഒരു വേലിയേറ്റമുണ്ട്. അതിന്റെ പേരാണ് വിശ്വാസമെന്ന്, അവരുടെ പേര് അവിശ്വാസികൾ എന്ന് ഖുർആൻ. അതുണ്ടാവണം നമുക്ക്, അതുണ്ടാവണം. നമുക്ക് ഖുർആൻ കേൾക്കും, അള്ളാഹുവിനെ ആദ്യം അറിയുക. അവിടെ ഇൽമിന്റെ ആവശ്യം, ഇൽമിനപ്പുറത്ത് അറിവിനും അപ്പുറത്താണ് വിശ്വാസം. അറിവ്, നമ്മുടെ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശ്വാസത്തിലെത്തുക. വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ വിശ്വാസം അവസാനത്തെ പടി, വിശ്വാസത്തിന് അപ്പുറത്തൊന്നുമില്ല. അറിവുകൾ മാറ്റം ഉണ്ടാകും. നമ്മളുടെ അറിവുകൾ ചിലപ്പോൾ കാലാനുസൃതമായി തിരുത്തേണ്ടി വന്നേക്കാം, ചില മാറ്റങ്ങൾ വന്നേക്കാം. ഓരോ അറിവുകളും കണ്ടുപിടുത്തങ്ങൾക്ക് ചിലപ്പോൾ പരിഷ്കരിക്കപ്പെട്ടേക്കാം, തെറ്റായ അറിവുകൾ നമുക്ക് കിട്ടിയേക്കാം, പിന്നീട് മാറ്റം വന്നേക്കാം. പക്ഷെ വിശ്വാസം അങ്ങനെയല്ല, ഒരു കാലത്ത് മാറ്റം ഉണ്ടാവില്ല. അത് ബലപ്പെട്ട വിശ്വാസമാണ്, അതിൽ തർക്കമില്ല, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അഭിപ്രായ ഭിന്നതകളില്ല. അതാണ് അടിയുറച്ച വിശ്വാസം. ആ വിശ്വാസത്തിലാണ് അള്ളാഹുവിന്റെയും അന്ത്യദിനത്തിന്റെയും സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിഷയത്തിൽ വിശ്വാസികൾ എത്തേണ്ടത്. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അമലുകൾ അനുഷ്ഠിക്കുമ്പോഴാണ് നമുക്ക് പ്രതിഫലം ഉണ്ടാവുക. അതാണ് ഉണ്ടാകേണ്ടത്, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കൃത്യമായ നിലയിൽ ഈമാൻ ആർജിക്കാനും ആ ഈമാനികമായി നിന്നുകൊണ്ട് തന്നെ അമലുകൾ അർപ്പിക്കാനുമുള്ള ഒരു തയ്യാറെടുപ്പ് വിശ്വാസികൾ നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകുന്നവരെ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, നബി മൽ ഈമാൻ, എന്താണ് നബി ഈ വിശ്വാസം, എന്താണ് വിശ്വാസം എന്ന്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സറത്തുക ഹസനതുക വസഅതുക സയ്യിഅതുക ഫഅന്ത മുഅ്മിൻ. നിന്റെ നന്മകൾ നിനക്ക് ആഹ്ലാദം നൽകുകയും നിന്റെ തിന്മകൾ നിനക്ക് ഖേദവും കുറ്റബോധവും ഉളവാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീയാണ് മുഅ്മിൻ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ചോദ്യകർത്താവ് എന്താണോ ഉദ്ദേശിച്ചതെന്നറിയില്ല, പക്ഷെ മറ്റൊരു താളത്തിൽ മറ്റൊരു രൂപത്തിൽ നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത്. ഈ മറുപടി നമ്മുടെ ഈമാനിൽ നമുക്ക് ഒരു ചർച്ച ചെയ്യാവുന്ന, ഒരു വിചിന്തനം ചെയ്യാവുന്ന, നമുക്ക് ആലോചിക്കാവുന്ന ഒരു ചർച്ചയാണ്, ഒരു പ്രസ്താവനയാണ് റസൂലുള്ളാഹി ഇവിടെ നടത്തുന്നത്. നമ്മുടെ ഈമാൻ കുറയുന്നുണ്ടോ, നമ്മുടെ ഈമാൻ ശരിയാണോ എന്ന് നമുക്ക് ആലോചിക്കാൻ, സ്വയം ഒന്ന് പരിശോധിക്കാനുള്ള ഏറ്റവും മനോഹരമായൊരു വചനമാണിത്. നമ്മൾ ചെയ്യുന്ന നന്മകൾ നമുക്ക് ആഹ്ലാദം നൽകുന്നുണ്ടെങ്കിൽ, സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ, മടുപ്പുണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ ശരിയാണ്. നമ്മുടെ ഈമാൻ ശരിയാണ്. നമ്മുടെ നമസ്കാരങ്ങൾ നമുക്ക് മടുപ്പുണ്ടാക്കുന്നില്ല. നമസ്കരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ അതിന് ഖുർറത്തു ഐനി ഫിസ്സലാത്ത് എന്ന് പുണ്യ നബി പറഞ്ഞതുപോലെ അത് കണ്ണിന് കുളിർമ എന്ന പോലെ നമ്മൾ അനുഭവിച്ചു പോകണം. നമസ്കാരം എത്ര നിസ്കരിച്ചാലും നമുക്ക് മടുപ്പാവുന്നില്ല. നമ്മൾ ഖുർആൻ ഓതാനിരുന്നാലും എത്ര പേജ് ഓതിയാലും നമുക്ക് സമയം പോകുന്ന അറിയുന്നില്ല. നമുക്കത് ആസ്വദിച്ച് പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഓരോ സുഹൃത്തുക്കൾ, പള്ളിക്കകത്തിരിക്കുമ്പോൾ, പള്ളിയിലിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ആസ്വദിച്ചിരിക്കാൻ. ഇത് എപ്പോഴും വിളിച്ചാടാടാം. ഒരു കരയിലെടുത്തിട്ട മീൻ്റെ ഒരു അവസ്ഥയിൽ ഈ വെള്ളത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ആവേശത്തോടെ നമ്മളിവിടെ ഇരിക്കുന്നത്. അല്ല, നമ്മൾ എത്ര പേര് ഇതിനകത്തിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ആസ്വദിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട്? ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയെ നമസ്കരിച്ചാൽ നമുക്ക് മതിയാവുന്നില്ല. ഫർള് നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിച്ചു, നിസ്കാരത്തിൽ പൂർണ്ണമായും നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ ആ ഒരു മുനാജാത്തിൻ്റെ ഒരു രുചി അറിയുന്ന വിധത്തിൽ, ഈ മാനികമായ ഒരു ഹലാപത്തും ലദ്ദത്തും അറിയുന്ന വിധത്തിൽ നമുക്ക് നമസ്കരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദിക്റുകളുമായി ബന്ധപ്പെട്ട് കഴിയാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം പള്ളിക്കകത്തിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ ശരിയാണ്, കുഴപ്പമില്ല, ഓക്കെയാണ്, നമ്മുടെ ഈമാൻ ശരിയാണ്. പക്ഷെ ഇതല്ല എങ്കിൽ നമ്മുടെ ഈമാൻ ശരിയില്ല. നമ്മുടെ ഈമാൻ്റെ താളം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വാസ്തവം എന്താണ്? അവനവൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കും. നമുക്ക് ഒരു മൊബൈൽ എടുക്കുക, പ്ലേ ചെയ്യുക, നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്ക് പേജ് കയറി ഒരാളൊരു പോസ്റ്റ് കാണാൻ കയറിയതാണ്. പിന്നെ മണിക്കൂറുകൾ നമുക്ക് പോകണറിയില്ല, നമുക്കതിൽ നഷ്ടബോധമില്ല, നീരസമില്ല, നമുക്ക് വൈമനസ്സുമില്ല, നമുക്കൊരു വെറുപ്പുമില്ല. അത് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഇരുന്ന് പോവുക. ഒരു ഫേസ്ബുക്കായി, 2 പേജായി, 3 പേജായി, പിന്നെ അപ്പുറത്ത് പോയി ഇൻസ്റ്റയായി, യൂട്യൂബായി, നമ്മൾ പലതും കണ്ടു കേട്ടു രസിച്ചു. മണിക്കൂറുകൾ പോയി, നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് ആസ്വദിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട്. പക്ഷെ ഒരു ഖുർആൻ എടുത്ത് വെച്ച് ഒന്ന് ഓതാന്ന് വെച്ചാൽ, റമദാനൊക്കെ ആയി വരെ ഒന്ന് ഓതിയേക്കാം, 2 പേജ് ഓതാം, അല്ലെങ്കിൽ 4 പേജ് ഓതാം എന്ന് കണക്കാക്കിയിരിക്കുന്നവൻ പോലും ഒരു പേജ് തേക്കുന്നതിന് മുമ്പ് അടച്ചു വെച്ചിട്ട് പയ്യെ പുറത്തിറങ്ങുക. പള്ളിക്കകത്തിരിക്കുന്ന നിമിഷങ്ങൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട്. അള്ളാഹുവിൻ്റെ ഭവനമാണ്, മസ്ജിദുകളെന്ന് നമ്മൾ മനസ്സിലാക്കി വരാം.
ഇതിന്റെ വാതിൽ കടന്നു വരുമ്പോൾ നമ്മളൊരു ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന്. ഈ വാതിലിന്റെ പുറത്ത് വേറൊരു വാതിലുണ്ടെന്ന് നമ്മൾ ഇത് മനസ്സിലാക്കാനുള്ളത്. ഈ കാണുന്ന വാതിലല്ലാതെ ഒരു വാതിലുണ്ട്. ആ വാതിലിന്റെ പേര് റഹ്മത്തിന്റെ വാതിൽ. അള്ളാഹുവിനോട് ചോദിക്കുക, അല്ലാഹുവേ ഇത് തുറക്കുമ്പോൾ നിന്റെ സ്നേഹത്തിന്റെ വാതിൽ കൂടി തുറക്കണേ എന്ന്. അള്ളാഹു നിന്റെ കാരുണ്യത്തിന്റെ വാതിൽ കൂടി തുറക്കണേ എന്ന്. അള്ളാഹിന്റെ വീട്ടിൽ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അവന്റെ കാരുണ്യത്തിന്റെ വാതിൽ തുറന്ന് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ മടിവെച്ച് കിടക്കുന്നവനെ പോലെയാണ് നമ്മൾ ഈ പള്ളിക്കകത്തിരിക്കുന്ന നിമിഷങ്ങൾ. അത് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇതിനകത്ത് വീർപ്പ് മുട്ടിയാണ് നമുക്ക്, ശ്വാസം മുട്ടിയാണ് നമുക്ക്. എങ്ങനെയൊന്ന് നിർത്തുന്നതെന്ന്, ഒന്ന് ചാടി വെളിയിറങ്ങാനുള്ള വെമ്പല്ല നമ്മളുള്ളത്. സലാം വിട്ടുണ്ട പകുതി ആൾക്കാർ പുറത്താ. അതാണ് നമ്മുടെ ഈമാന്റെ അവസ്ഥ. അപ്പൊ നമ്മുടെ ഈമാൻ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, നമുക്ക് ഒരുപാട് ഓതാൻ കഴിയുന്നില്ല. ഓതുന്നതിന് മടുപ്പാണ് നമുക്ക്. മൊബൈലിൽ എത്ര നോക്കിയാലും മടുപ്പില്ല. കൂട്ടുകാരൊപ്പം എത്ര സ്വര പറഞ്ഞാലും നമുക്ക് മതിയാവുന്നില്ല. എത്രയൊക്കെ റെസ്റ്റോറൻറ്റുകളിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് പോയിട്ട് വിവിധ ഇനം ഫുഡുകൾ നമ്മളിങ്ങനെ രുചിച്ച് ആസ്വദിച്ച് കഴിച്ച് അവിടെ ഇരുന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു മടുപ്പുമില്ല നമുക്ക്. പക്ഷെ ഖുർആൻ എടുക്കുമ്പോൾ മടുപ്പാണ്, നിസ്കരിക്കുമ്പോൾ നമുക്ക് മടുപ്പാണ്, പള്ളിക്കകത്തിരിക്കാൻ മടുപ്പാണ്, ദിക്ർ ചൊല്ലാൻ നമുക്ക് നാവിന് മടുപ്പാണ്. പിന്നെ എന്ത് ഈമാനാണ് നമുക്കുള്ളത്? ഹൃദയത്തിനകത്ത് ഈമാൻ ഇല്ലടോ. അതൊരു നീർക്കുമള പോലെയായിട്ടുണ്ട്. കാണുമ്പോൾ വലിപ്പവും തെളിച്ചവും ഒക്കെ കാണാറുണ്ട്, പക്ഷെ ഒന്ന് തൊട്ടാൽ പൊട്ടിപ്പോകുന്ന നീർക്കുമളകൾ പോലെയാണ് നമ്മുടെ ഈമാനുകൾ എന്നുള്ളത്. ആ യാഥാർത്ഥ്യ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഈമാൻ സ്ഥാപിച്ചെടുക്കേണ്ടത്. ഈമാന്റെ ഹലാവത്ത് അറിയുമ്പോൾ നന്മകൾ നമ്മൾ ആസ്വാദനമുള്ളതായി തീരും, തിന്മകൾ നമുക്ക് അരോചകമായി മാറും. ഈമാനുള്ള മനുഷ്യന് അബദ്ധങ്ങൾ പറ്റും, തെറ്റുകൾ സംഭവിച്ചു പോകാം. പക്ഷെ ആ തെറ്റുകൾ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ വലിയ നിരാശയുണ്ടാക്കും, കുറ്റബോധമുണ്ടാക്കും. മാനസികമായ അവന്റെ മനസ്സാക്ഷി അവനെ വേട്ടയാടും. ഈമാനുള്ള മനുഷ്യൻ, ഈമാൻ ഇല്ലെങ്കിലോ ആ തിന്മകൾ അവൻ ആഘോഷമാക്കും. ഇന്ന് തെറ്റുകൾ ആഘോഷിക്കപ്പെടുകയില്ല, സമൂഹത്തിൽ പരസ്യമായി ആഘോഷിക്കാണ്. അത് വീരവാദമായി ജനങ്ങൾ പറഞ്ഞു നടക്കുകയാണ്. അവൻ മദ്യപിച്ചതിന്റെ കണക്ക്, തമ്മിലടിച്ചതിന്റെ കണക്ക്, തർക്കിച്ചതിന്റെ കണക്ക് അഭിമാനത്തോടെ മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താണ്? തിന്മകൾ ആഘോഷമാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം ഈമാനില്ല. വിശ്വാസരഹിതമായ ഹൃദയങ്ങൾക്ക് ഏത് തിന്മയും അലങ്കാരമായി മാറും. അത് ആഘോഷത്തോടെ ഒരു വിളിച്ചു പറയും. പരസ്യമായ ഒരു പറയുന്നതിൽ ഒരു മടിയുണ്ടാവില്ല. അപ്പൊ പരസ്യമായി നമുക്ക് കൂള്, കഞ്ചാവ്, ലഹരി പദാർത്ഥങ്ങൾ കൈമാറും. എന്റെ കയ്യിൽ സാധനം ഉണ്ടെന്ന് പറയുന്നതിൽ ഒരു മടിയുണ്ടാവില്ല. ആഭാസ തരങ്ങളും അശ്ലീലങ്ങളും പരസ്യമായി വീഡിയോ ചെയ്തിടാൻ ഒരു മടിയുണ്ടാവില്ല. അതൊക്കെ ഇന്ന് സമൂഹത്തിൽ വലിയ റീച്ചും അംഗീകാരം കിട്ടുന്ന കാര്യമാണ്. നല്ലത് പറയുന്നവനോട് വിലയില്ല. പുരോഹിതന്മാർക്ക് ഇവിടെ വിലയില്ല, പണ്ഡിതന്മാർക്ക് ഇവിടെ വിലയില്ല. പക്ഷെ ആഭാസത്തരങ്ങൾ പറയുന്നവന് ഇന്ന് കൈയടിക്കാനും അവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവന് ലൈക്കും ഷെയറും കൊടുക്കാനും ഒക്കെ ആളുണ്ട് ഇവിടെ. അതവിടുത്തെ സാഹചര്യം എന്നുള്ളത്. തിന്മകൾ ആഘോഷിക്കപ്പെടുന്നു, നന്മകൾ ഇവിടെ വിരളമാവുകയും കാണാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം നമ്മുടെ ഈമാനുകൾ നീർക്കുമളകൾ പോലെയായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈമാൻ നന്നാക്കണം. വിശ്വാസികൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക. അല്ലാഹു ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.